തീർച്ചയായിട്ടും. എന്തായാലും എന്താണ് യാത്രക്കാർക്ക് പറയാനുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ കണ്ട പ്രതികരണങ്ങളെല്ലാം സ്ത്രീ യാത്രക്കാരെല്ലാവരും പറയുന്നു വളരെ വളരെ സന്തോഷമാണ്. അത് ഇനിയിപ്പോൾ ഏത് രീതിയിലാണ്, ഏതൊക്കെ റൂട്ടിലാണ് ദീർഘയാത്രകൾക്ക് സൗജന്യം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടാണ് എല്ലാ സ്ത്രീ യാത്രക്കാരും പ്രതികരിക്കുന്നത്. നമ്മുടെ ഒപ്പം വർഷ ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് വർഷയുള്ളത്. വർഷയ്ക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ കുറെ യാത്രക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. വർഷ, അപ്പോൾ KSRTC സൗജന്യ യാത്ര അത് തന്നെയാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം. അടുത്ത മാസം 15-ന് ആ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് സർക്കാർ. ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷെ അപ്പോഴും സ്ത്രീ യാത്രക്കാരെല്ലാം അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അവിടെ യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം നമുക്ക് തേടാം. എന്തായാലും വളരെയധികം ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്നു സ്ത്രീ യാത്രക്കാരെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഈ UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭ യോഗത്തിലാണ് ജൂൺ 15-ന് KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പ്രഖ്യാപനം നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. എന്ന് നടപ്പിലാക്കുമെന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതേ സമയത്താണ് ജൂൺ 15-ന് അത് ജൂൺ 15 മുതൽ ഉണ്ടാക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നത്. പക്ഷെ അപ്പോഴും ആശങ്ക നിലനിന്നത് ഇത് എങ്ങനെ നടപ്പാക്കും, ഏത് രീതിയിൽ നടപ്പാക്കും എന്നുള്ള കാര്യം തന്നെയായിരുന്നു. ഇപ്പോഴിതാ KSRTC ഗതാഗത സെക്രട്ടറിക്ക് നൽകിയ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് 112 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകും. 3 മാസത്തെ കണക്കനുസരിച്ച് 112 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ സർക്കാർ അതിനെ നേരിടുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോൾ എന്തായാലും പ്രധാനമായും തന്നെയാണ്. എന്തായാലും നമുക്ക് ഇവിടെ ഒരുപാട് സ്ത്രീ യാത്രക്കാരുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പം അതെങ്ങനെ നടപ്പാക്കുന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? എന്ത് തോന്നുക മോളെ, സന്തോഷമാണ് തോന്നുന്നത് കേട്ടിട്ടൊക്കെ. ഇനി എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ കിട്ടുമെന്നും പറയാൻ പറ്റൂലല്ലോ. അതെ, ഏത് രീതിയിലാണ് വരിക എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. അതാണ് പ്രശ്നം. എങ്ങനെ നടപ്പാക്കും എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിലൊരു വ്യക്തത ഇതുവരെ സർക്കാർ ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ചേച്ചി എന്ത് തോന്നുന്നു? എന്തായാലും എല്ലാവരും ഇവിടെ നമുക്ക് യാത്രക്കാർ എല്ലാവരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ചേച്ചി, സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രഖ്യാപിച്ചു. എങ്ങനെ നടപ്പാക്കും എന്നുള്ള രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് അർഹതപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടണം എന്നാണ് പറയുന്നത്. എല്ലാവരും യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് ഏറെ ബുദ്ധിമുട്ടുന്നതാണല്ലോ. അപ്പോൾ അർഹതപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാ ജില്ലയിലും കിട്ടണം എന്നാണ് പറയുന്നത്. അതാണ് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടണം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇവിടെ കൂടാതെ തന്നെ ഒരു ചേട്ടന്മാരോട് അവരോട് കൂടി ചോദിക്കാം. ചേട്ടാ, KSRTCയിൽ സൗജന്യ യാത്രയാണ് സ്ത്രീകൾക്ക്, എന്ത് തോന്നുന്നു? അതിപ്പം എങ്ങനെ നടപ്പാക്കും എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് ഒരു ആശങ്ക തോന്നുന്നില്ല നടക്കുന്നുള്ള മൊത്തത്തില്. വേറൊന്നും പറയാനില്ല. നല്ലതായിരുന്നു. ആ, നല്ല പദ്ധതിയാണ് കൊണ്ടുവന്നാല്. അതാണ് പ്രജിൻ അനുജ, കൊണ്ടുവന്നാൽ നല്ല പദ്ധതി തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ നടപ്പാക്കും, ഏത് രീതിയിൽ നടപ്പാക്കും എന്നുള്ള ആശങ്കയാണ് നിലവിൽ ഇപ്പോഴും തുടരുന്നത്. അക്കാര്യത്തിലാണ് എന്തായാലും സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. ചേച്ചി, KSRTC ബസ്സിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ തോന്നുന്നത്? ഞങ്ങൾ ആദ്യമായിട്ട് വരുമോ, ഞങ്ങൾക്ക് അറിയില്ല ഇതിനെപ്പറ്റി. സൗജന്യ യാത്ര KSRTC എങ്ങനെ തോന്നുന്നു? സന്തോഷമുള്ളൂ. നടപ്പിലാവട്ടെ അത്രേ പറയാനുള്ളൂ. നമുക്കറിയില്ലല്ലോ, നടപ്പിലാവുമെന്ന് വിചാരിക്കണം. നടപ്പിലായ നല്ല കാര്യം തന്നെ. ഞങ്ങൾ റെഡിയാ. ശരി. നടപ്പിലായാൽ നല്ല കാര്യം തന്നെയാണെന്നുള്ളതാണ് പ്രജിൻ, അനുജ ഇവരെല്ലാവരും പറയുന്നത്. എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം തന്നെയാണ് സ്ത്രീകളുടെ ആവശ്യവും. അതിന് പ്രതികരണങ്ങളെല്ലാം സ്ത്രീകൾ പറയുന്നത് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടട്ടെ എന്ന് തന്നെയാണ്, സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ചോദ്യം അത് എങ്ങനെ നടപ്പിലാക്കപ്പെടുമോ എന്നൊരു സംശയമാണ് പല സ്ത്രീകളും ഉന്നയിച്ച് കേൾക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പലരും പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ അങ്ങനെ സൗജന്യത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. ആ തരത്തിലേക്ക് എന്തിനാണ് അങ്ങനെ നൽകേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഗതാഗത മന്ത്രിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക്, അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത് ഗതാഗത മന്ത്രിക്ക് മുന്നിലുള്ള ടാസ്ക് മാത്രമല്ല, സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് കൂടിയാണ്. വലിയ വാഗ്ദാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്ന കാര്യത്തെക്കുറിച്ച് സർക്കാരിന് ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഒരു ഫോർമുല, അത് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.